ഹായ്, എല്ലാവർക്കും ബ്ലാക്ക് ബ്യൂട്ടിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ലിപ്സ്റ്റിക്കാണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. അതിലേക്ക് മുന്നായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേര് സുവിന. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും, അതും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമാണ് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാനൊരു റെഡാണ് എടുത്തേക്കുന്നത്. ബ്രൈറ്റ് കളർ എടുക്കുമ്പോഴേക്കും കുറച്ചും കൂടെ നന്നായിട്ടിരിക്കുക. ഞാനിതിൻ്റെ സ്റ്റിക്കറൊക്കെ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ചിൽഡ്രൻസിന് വേണ്ടിയിട്ടുള്ള ക്രയോൺസ് ആയ കാരണം ഇത് അത്ര ടോക്സിക് ഒന്നല്ല. എന്നിരുന്നാലും നമ്മൾ എന്നും യൂസ് ചെയ്യുന്നത് നല്ലതല്ല. ജസ്റ്റ് നമുക്കൊരു ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ഉണ്ടാക്കി നോക്കാവുന്നേ ഉള്ളൂ. ഇത് ലിപ്സ്റ്റിക്കിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതല്ലോ, പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ടല്ലേ. ഡബിൾ ബോയിലിംഗ് പ്രോസസ്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനകത്ത് ഈ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു ബൗളും കൂടെ വെക്കുകയാണ്. അപ്പോൾ അതിൽ വെള്ളം ഇല്ലാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. വെള്ളം ഇല്ലാണ്ട് ഉള്ളൊരു പാത്രം വെക്കുക. അതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ചൂടാന് ശേഷമാണ്. ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നത് ആദ്യം കോക്കനട്ട് ഓയിലാണ്. നിങ്ങൾക്ക് ഒലീവ് ഓയിലോ ആൽമണ്ട് ഓയിലോ ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാം. ഇത് മാത്രം മതി. അല്ലെങ്കിൽ ഏതെങ്കിലും ലിപ് ബാം ആയാലും ചേർക്കാം, നല്ലതാണ്. അപ്പം ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്, ഒരു എക്സ്ട്രാ മോയ്സ്ചറൈസിങ്ങിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഡ്രൈ ആയ പോലെ നമുക്ക് തോന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ വെള്ളം നന്നായി തിളച്ചതിന് ശേഷമാണ് ഞാൻ ഇതിനകത്തേക്ക് ക്രയോൺ ഇടുന്നുള്ളൂ. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോഴാണ് ക്രയോൺസ് ഇടുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഏതെങ്കിലും ഒരു സ്പൂണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഈർക്കിൽ വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കൈ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആക്കാൻ പാടില്ല, നല്ല ചൂടാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ മെൽറ്റാവും. പെട്ടെന്ന് മെൽറ്റായാൽ അപ്പം തന്നെ നമുക്കതൊരു കണ്ടെയ്നറിലേക്ക് പകർത്താം. അല്ലെങ്കിൽ ഇത് വേഗം ഈ ചൂട്ടത്തു നിന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേപോലെ തന്നെ വേഗം തന്നെ അത് സെറ്റാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മെൽറ്റായി കഴിഞ്ഞിട്ട് നമുക്കൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഞാൻ ഫ്ലാഷ് ഓൺ ചെയ്ത കാരണം കൊണ്ടാണ് ഈ കളറ് നിങ്ങൾക്ക് ശരിക്കും കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ചൂടാറുന്നതിന് മുന്നേ തന്നെ ഒഴിക്കണം. അപ്പോൾ ചില്ലിൻ്റെ കണ്ടെയ്നറിൽ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇവിടെ എൻ്റെ ചില്ലിൻ്റെ കണ്ടെയ്നറില്ല. അത് കാരണം കൊണ്ട് ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതിലാണ് ഞാൻ ഒഴിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് സെറ്റാക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഇത് നന്നായി സെറ്റായിട്ടുണ്ട്, കാണാൻ പറ്റുന്നില്ലേ? ഒരു നല്ല അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു മിനിറ്റ്, ഞാൻ കണ്ണടിക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇത്രയ്ക്ക് ഇട്ടാൽ മതി. ഇപ്പോൾ ഞാൻ ഇത്രയ്ക്ക് ഇടുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് ശരിക്കും കാണില്ല, കുറച്ച് മാത്രം കാണുള്ളൂ. പക്ഷെ ഞാൻ ശരിക്കും കാണുമ്പോൾ ഇത് നന്നായിട്ട് ചുണ്ടിലുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി 2-3 പ്രാവശ്യം ഇടണം കേട്ടോ. ഒരു പ്രാവശ്യം ഇട്ടാലൊന്നും ഇത് ശരിക്കും കളറാവില്ല. 2-3 പ്രാവശ്യം ഇടണം. നല്ല അടിപൊളിയാണ്, സൂപ്പർ കളറാണ്, എനിക്കിഷ്ടമായി. റെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല എന്താ പറയുക, നല്ല സൂപ്പറാണ്. ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ് കേട്ടോ. ഇത് കാണുമെന്ന് അറിയില്ല. ഇപ്പം ഇതിൽ കാണുമ്പോൾ ഒരു പീച്ച് ഷെയ്ഡായിട്ടാണ് കാണുന്നത്. പക്ഷെ ശരിക്കും ഇതൊരു പിങ്ക് നല്ലൊരു കളറാണ്. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതെൻ്റെ ഫ്രണ്ട് ക്യാമറ ആയ കാരണം കൊണ്ടാണ് ഇങ്ങനൊരു ഇത് ഇട്ടിട്ടും ശരിക്കും അറിയാത്തത്. ഞാൻ ബാക്ക് ക്യാമറ വെച്ചിട്ട് ഇപ്പോൾ കാണിച്ചു തരാവേ.
ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യത്തെയും പോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ എന്താണ്, അടുത്തൊരു വീഡിയോയിൽ കാണാമായിരിക്കും. ബൈ.